നമസ്കാരം. നടന്ന സർവേകളെല്ലാം തകർപ്പൻ ജയം പ്രവചിച്ചതോടെ ഹരിയാനയിലെ കോൺഗ്രസ് ആവേശത്തിമിർപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ പുറത്തുവന്ന സർവേകളിൽ അധികവും അഭിപ്രായപ്പെടുന്നത് 10 വർഷത്തിന് ശേഷം ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. അധികാരത്തിലിരിക്കുന്ന BJPക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസ് തനിച്ചു തന്നെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നും സർവേകൾ അവകാശപ്പെടുന്നു. അപൂർവം സർവേകൾ 2/3 ഭൂരിപക്ഷം വരെ പ്രവചിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകളും ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെ മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർവേകളിലും അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം. ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രകാരം ആരാകണം ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്നാണ് ഹരിയാനയിലെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയും BJP നേതാവുമായ നയാബ് സിംഗ് സെയ്നി സർവേയിൽ രണ്ടാമതാണ്. കോൺഗ്രസ് നേതാക്കളായ ദീപേന്ദർ സിംഗ് ഹൂഡ, കുമാരി സെൽജ എന്നിവരാണ് മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ മൂന്നാമതും നാലാമതുമുള്ളത്. മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ BJP നേതാവ് മനോഹർ ലാൽ ഖട്ടറാണ് പട്ടികയിൽ അഞ്ചാമത്. സർവേ അനുസരിച്ച് ഭൂപീന്ദർ സിംഗ് ഹൂഡ 30.8% വോട്ടുകളുമായിട്ടാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്. 22.1% വോട്ടുകൾ സൈനിക്ക് ലഭിച്ചപ്പോൾ 9.5% വോട്ടുകളാണ് ദീപേന്ദർ ഹൂഡ നേടിയത്. സെൽജയ്ക്ക് 4.9% വോട്ട്, മനോഹർ ലാൽ ഖട്ടറിന് 4.5% പേരുടെയും പിന്തുണ എന്നിവയാണ് ലഭിച്ചത്. ഭൂപീന്ദർ സിംഗ് ഹൂഡ പുരുഷ വോട്ടർമാർക്കിടയിൽ കൂടുതൽ ജനപ്രിയനായിരുന്നുവെന്നും സർവേ അവകാശപ്പെടുന്നു. പുരുഷന്മാരിൽ 32.6% ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു. അതേസമയം സ്ത്രീകളിൽ 28.9% പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ 22.5% പുരുഷന്മാരുടെയും 21.7% സ്ത്രീകളുടെയും പിന്തുണയാണ് നയാബ് സിംഗ് സെയ്നിക്ക് ലഭിച്ചത്. 20% പുരുഷന്മാരും 24.6% സ്ത്രീകളും ഒരു പുതുമുഖം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും സർവേ അവകാശപ്പെടുന്നു. അതേസമയം വലിയ ആത്മവിശ്വാസമാണ് സർവേകൾ ഹരിയാനയിൽ കോൺഗ്രസിന് നൽകുന്നത്. 90 അംഗ ഹരിയാന നിയമസഭയിൽ കോൺഗ്രസിന് 44 മുതൽ 54 വരെ സീറ്റുകളും BJPക്ക് 15 മുതൽ 29 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് ദൈനിക് ഭാസ്കർ സർവേ അവകാശപ്പെടുന്നത്. സീ വോട്ടർ ഇന്ത്യ ടുഡേ സർവേയിൽ ഹരിയാനയിൽ കോൺഗ്രസിന് 50 മുതൽ 58 വരെ സീറ്റുകളും BJPക്ക് 20 മുതൽ 28 വരെ സീറ്റുകളും പ്രവചിച്ചു. റിപ്പബ്ലിക് ഭാരത് മാട്രൈസ് സർവേയിൽ BJPക്ക് 18 മുതൽ 24 വരെ സീറ്റുകളും കോൺഗ്രസിന് 55 മുതൽ 62 വരെ സീറ്റുകളും ലഭിക്കുമെന്ന് അവകാശപ്പെടുന്നു. സർവേ ഫലം യാഥാർത്ഥ്യമായാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സംസ്ഥാനം കൂടി BJPയെ കൈവിടുകയാവും ഫലം. കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും പിടിച്ചുലച്ച സംസ്ഥാനത്ത് BJPക്ക് ഒരു തവണ കൂടി അധികാരത്തിൽ തുടരാനാവില്ലെന്ന് മിക്കവാറും എല്ലാ നിരീക്ഷകരും വിലയിരുത്തിയിരുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചു വന്നാൽ കോൺഗ്രസിന് അത് ദേശീയ തലത്തിൽ കൂടുതൽ ഉണർവ് നൽകും. അതേസമയം BJPക്ക് തിരിച്ചടിയും.